നമസ്കാരം. പഹൽഗാമിലെ സംഭവത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിട്ട് കൊടുത്ത ആദ്യത്തെ അടിയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. എന്നാൽ ഇന്ത്യയുടെ ഈ തീരുമാനം പാകിസ്ഥാന് നൽകിയത് വൻ തിരിച്ചടിയാണെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ ജലപ്രവാഹം കുറഞ്ഞതായി വ്യക്തമാകുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ പാകിസ്ഥാനിലെ കർഷകരുടെ നിലവിലെ അവസ്ഥയും വെളിവാവുകയാണ്. അതായത് ഇതോടെ പാകിസ്ഥാനകത്ത് ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള ദൂരം കുറവല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ബലൂചിസ്ഥാൻ കൂടി കയറി വരുന്നതോടെ അവരുടെ കാര്യം ഏകദേശം കട്ടപ്പുറത്തായി എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. സംഭവത്തിലേക്ക് പോകാം. സിയാൽകോട്ട് പ്രദേശത്തെ സംബന്ധിക്കുന്ന ഒരു ഉപഗ്രഹ ചിത്രങ്ങൾ കേണൽ വിനായക് ഭട്ടാണ് എക്സിൽ പങ്കുവച്ചത്. കരാർ റദ്ദാക്കിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാനിൽ കടുത്ത വരൾച്ചയെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ തലേന്ന് ഏപ്രിൽ 21 എടുത്ത ഉപഗ്രഹ ചിത്രങ്ങളും കരാർ റദ്ദാക്കലിന് ശേഷം ഏപ്രിൽ 26 എടുത്ത ചിത്രങ്ങളും താരതമ്യം ചെയ്താൽ വരൾച്ചയുടെ ആഴം ബോധ്യമാകുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതോടെ അവിടുത്തെ കർഷകരും വെള്ളം കിട്ടാതെ വലയുകയാണ്. വിത്ത് പാകാൻ പോലും വെള്ളമില്ലെന്നും നേരിടുന്നത് വലിയ തിരിച്ചടിയാണെന്നുമാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വെള്ളമാണ് ഞങ്ങളുടെ ജീവൻ, ഞങ്ങൾക്കതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നുമാണ് പലരുടെയും പ്രതികരണം. ഇതോടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളുടെ പോരിനിടയിൽ സാധാരണക്കാരാണ് പെട്ടുപോകുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. കരാർ റദ്ദാക്കിയതിന് പിന്നാലെ സിന്ധു നദിയിൽ നിന്നുള്ള ജലവിതരണവും അതിന്റെ വിതരണക്കാരായ ചലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയിൽ നിന്നുമുള്ള ജലവിതരണവും നിർത്തലാക്കിയിരിക്കുകയാണ്. ഈ നദികളാണ് പാകിസ്ഥാനിൽ ജലവിതരണം നടത്തുന്നത്. കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ആളുകളെയാകും ഇത് ബാധിക്കുക. 65 വർഷം പഴക്കമുള്ള കരാറാണ് ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇത്രയും വർഷമായി പാകിസ്ഥാൻ ഭീകരരെ പോറ്റി വളർത്തിയതിന്റെ ശിക്ഷയാണ് ഇതിലൂടെയെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല ഉടമ്പടി ഒപ്പുവെച്ചത്. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പിട്ടത്. കറാച്ചിയിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചവർ. കരാറിന്റെ നിബന്ധനകൾ പ്രകാരം കിഴക്കൻ നദികളായ സത്ലജ്, രവി, ബിയാസ് എന്നിവ ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചലം, ചെനാബ് എന്നിവ പാകിസ്ഥാനും വീതിച്ചു നൽകിയിരുന്നു. കരാർ പ്രകാരം സിന്ധു നദി വ്യവസ്ഥയുടെ മൊത്തം ജലത്തിന്റെ 20% ഇന്ത്യക്കും 80% പാകിസ്ഥാനുമാണ്. സിന്ധു നദി, അതിന്റെ പോഷക നദികൾ എന്നിവയിൽ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ എന്നത്. ഇതെല്ലാം പ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൊത്തം ജലത്തിന്റെ ഏകദേശം 20% ഇന്ത്യക്കും ബാക്കി 80% പാകിസ്ഥാനും ഉപയോഗിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം അന്ന് ചെയ്തിരുന്നത്. ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന 9 വർഷത്തോളം നീണ്ട ചർച്ചകൾക്ക് ഒടുവിലായിരുന്നു കരാർ സാധ്യമായത്. ആഗോളതലത്തിൽ വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലതവണ വഷളായപ്പോൾ പോലും പുനഃപരിശോധിച്ചിരുന്നില്ല. 65 വർഷത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന് മേൽ ഏൽപ്പിച്ചിരുന്ന വലിയ പ്രഹരമാണ് കരാർ റദ്ദാക്കലിനായി കാണുന്നത്. അതിർത്തി കടന്നുള്ള ജലം പങ്കിടൽ ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏക കരാറാണ് സിന്ധു നദീജല ഉടമ്പടി. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം കൂടിയായിരുന്നു കരാർ ഉയർത്തിക്കാട്ടിയിരുന്നത്. ജലപ്രവാഹം ലഭിക്കുന്ന രാഷ്ട്രത്തിന് അനുകൂലം, ഉടമ്പടി പ്രകാരം ഉത്ഭവത്തിനപ്പുറത്ത് ജലപ്രവാഹം ലഭിക്കുന്ന പാകിസ്ഥാൻ അനുകൂലമായിരുന്നു കരാർ. സിന്ധു നദീജല സംവിധാനത്തിന്റെ ഏകദേശം 80% വെള്ളം പാകിസ്ഥാൻ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. 1944 US മെക്സിക്കോ ജല ഉടമ്പടി പ്രകാരം മെക്സിക്കോയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏകദേശം 90 മടങ്ങ് കൂടുതലാണ് പാകിസ്ഥാന് ലഭിക്കുന്നത്. സംഘർഷങ്ങൾ ബാധിക്കാത്ത കരാർ 1965 71 ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും കരാർ തുടർന്നു. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 19 പുൽവാമ ആക്രമണം തുടങ്ങിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല. എന്തായാലും ഒന്ന് നമുക്ക് ഓർമ്മിക്കാം, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വീണ്ടും ദിനംപ്രതി വഷളാവുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സമാധാനമായി എല്ലാവരും കുടുംബത്തോടൊപ്പം കഴിയവെയായിരുന്നു അപ്രതീക്ഷിതമായ ഈ ആക്രമണം സംഭവിച്ചത്. ഭീകരവാദികൾ പട്ടാള വേഷത്തിലെത്തി ഒരു പ്രകോപനവുമില്ലാതെ വെടിവെക്കുകയായിരുന്നു. ആക്രമണത്തിൽ 26 പേരുടെ ജീവനാണ് നഷ്ടമായത്. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വിള്ളൽ വീഴുകയായിരുന്നു. ഇനി എന്തായാലും ഇതിൽ ഒരു തീർപ്പുണ്ടാകാതെ നമ്മുടെ രാജ്യം പിന്നോട്ട് ഒരടി പോലും നീങ്ങില്ല എന്നത് തീർച്ചയാണ്. എന്തായാലും വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.